all, welcome back to another session. ഇന്ന് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും നമ്മൾ ഇനിയുള്ള സെഷൻസിലെല്ലാം തന്നെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ ദ ഡെഫിനീഷൻ ഫസ്റ്റ്. സോ ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് എൻഡോക്രൈൻ സിസ്റ്റം? എ സിസ്റ്റം ഓഫ് ഗ്ലാൻഡ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് സെക്രീറ്റ് ഹോർമോൺസ്. അതായത് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്, അതായത് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഗ്രൂപ്പ് ഓഫ് ഗ്ലാൻഡ്സ് ആണ്. അവരെന്താണ് ചെയ്യുന്നത്? അവർ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ ഏതൊക്കെയാണ് ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങൾ, ഏതൊക്കെയാണ് ഓർഗൻസ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. സോ നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം. കാരണം എന്തൊക്കെ കൊണ്ടാണ് ഈ എൻഡോക്രൈൻ സിസ്റ്റം നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമ്മൾ അറിയണമല്ലോ. സോ ഫസ്റ്റ് വൺ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതർവൈസ് കോൾഡ് ദ മാസ്റ്റർ ഗ്ലാൻഡ്സ്. സെക്കൻഡ് വൺ, ഹൈപ്പോതലാമസ് ലിങ്ക് ടു നെർവസ് സിസ്റ്റം. ഹൈപ്പോതലാമസ് അറിയാമല്ലോ, നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഈ ഹൈപ്പോതലാമസ് ആണ്. തൈറോയിഡ് ആൻഡ് പാരോതൈറോയിഡ് ഗ്ലാൻഡ്സ്, അഡ്രീനൽ ഗ്ലാൻഡ്സ്, പാൻക്രിയാസ്. പാൻക്രിയാസിൻ്റെ ഡ്യുവൽ റോളാണ് എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ ഫങ്ഷൻസ് പാൻക്രിയാസ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഗൊണാഡ്സ്, വിച്ച് മീൻസ് ദ ടെസ്റ്റിസ് ആൻഡ് ഓവറീസ്. മെയിൽ ടെസ്റ്റിസ് ആൻഡ് ഫീമെയിൽ ഓവറീസിന് നമ്മൾ ഗൊണാഡ്സ് എന്ന് പറയും. അതുപോലെ തന്നെ പീനിയൽ ഗ്ലാൻഡ്സ്. സോ ഇത്രയും അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി കമ്പോണൻസ് ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ ഈ പറയുന്ന കമ്പോണൻസ്, ഈ പറയുന്ന ഗ്ലാൻഡ്സുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ മെക്കാനിസം ഓഫ് ഹോർമോണൽ ആക്ഷൻസ്. ലൈക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് റിലീസസ് ഹോർമോൺസ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് നമുക്ക് ബ്ലഡ് സ്ട്രീമിലേക്ക് ആവശ്യമായിട്ടുള്ള ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നു. ഹോർമോൺസ് ബൈൻഡ്സ് ടു സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഓൺ ടാർഗറ്റ് സെൽസ്. അതായത് ഈ ഹോർമോൺസ് നമ്മുടെ ബ്ലഡിലൂടെ ടാർഗറ്റഡ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് സെല്ലിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം സ്റ്റിമുലേറ്റ് ഓർ ഇൻഹിബിറ്റിംഗ് പ്രോസസ്സ് കൃത്യമായിട്ട് അവിടെ നടക്കുന്നു. റെഗുലേറ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നു. മെയിൻറ്റെയിനിങ് ഹീമോസ്റ്റാസിസ്, നമ്മുടെ ഹീമോസ്റ്റാറ്റിസ് എല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെക്കാനിസത്തിൽ വരുന്നത്. അതായത് ആവശ്യമായിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് കൃത്യമായിട്ട് ബ്ലഡ് സ്ട്രീംസിലൂടെ ടാർഗറ്റഡ് സെൽ റിസപ്റ്റേഴ്സിൽ ചെന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ബോഡിക്ക് ചെയ്തു തരുന്നതാണ് ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള കമ്പോണൻസിൻ്റെ പ്രധാനമായിട്ടുമുള്ള ഫങ്ഷൻ. Okay, I hope it's clear. So that's about the mechanism of hormones regulating in our body. Now let's see what all are the functions of major endocrine glands. Endocrine glands in the major functions എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഹൈപ്പോതലാമസ് റെഗുലേറ്റ്സ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ആർക്കുള്ളത്? ഹൈപ്പോതലാമസിനുള്ളത്. നൗ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്താണ് ചെയ്യുന്നത്? കൺട്രോൾസ് അതർ ഗ്ലാൻഡ്, സെക്രീറ്റ്സ് ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്റ്റിൻ എക്സെട്ര. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്താ പറയുന്നത്, ഒരു ബോസ് റോളാണ്. അതായത് വേറെ ഗ്ലാൻഡുകളെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് ഹോർമോൺസ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ്റെ പ്രൊഡക്ഷനൊക്കെ സഹായിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഇനി തൈറോയിഡിലോട്ട് വരുവാണെങ്കിൽ റെഗുലേറ്റ്സ് മെറ്റാബോളിസം ത്രൂ തൈറോക്സിൻ. തൈറോക്സിൻ വെച്ച് നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം നടത്തുന്നത് തൈറോയിഡ് ഗ്ലാൻഡാണ്. അടുത്തത് അഡ്രീനൽ ഗ്ലാൻഡ്സ്, ഹാൻഡിൽ സ്ട്രെസ് റെസ്പോൺസ്. ഒരു സ്ട്രെസ് റെസ്പോൺസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കുന്നത് അഡ്രീനൽ ഗ്ലാൻഡ്സ് ആണ്. അതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ആണ് കോർട്ടിസോളും അഡ്രിനാലിനും. ഇനി പാൻക്രിയാസ്. പാൻക്രിയാസ് എന്താണ് ചെയ്യുന്നത്? റെഗുലേറ്റ്സ് ബ്ലഡ് ഷുഗർ. നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഷുഗറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ റെഗുലേറ്റ് ചെയ്യുന്നതുമെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതെല്ലാം ആരാണ്? പാൻക്രിയാസ് ആണ്. അത് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇനി ഗൊണാഡ്സ് എന്താ ചെയ്യുന്നത്? പ്രൊഡ്യൂസ് റീപ്രൊഡക്റ്റീവ്
റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ്, അതായത് മെയിൽ ഹോർമോൺസ് ആയ ടെസ്റ്റോസ്റ്റിറോണും ഫീമെയിൽ ഹോർമോൺസ് ആയ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗൊണാഡ്സ് ആണ്. അടുത്ത പീനിയൽ ഗ്ലാൻഡ്സ് റെഗുലേറ്റ്സ് സർക്കേഡിയൻ റിതം, അതായത് നമ്മുടെ സർക്കേഡിയൻ റിതം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ്സ് ആണ്. അത് മെലാറ്റോണിൻ, ആ ഹോർമോണിൻ്റെ നെയിം. സോ ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് മേജർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. പ്ലീസ് മേക്ക് എ നോട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ ഓരോ ഗ്ലാൻഡിൻ്റെയും ഫംഗ്ഷൻ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി ഫംഗ്ഷൻ. നൗ ലെറ്റ്സ് സീ വാട്ട് ഉള്ള ദ ഹോർമോണൽ റെഗുലേഷൻ. നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്, പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിന് വരുന്ന എക്സാമ്പിൾ ആണ് റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഷുഗർ ബൈ ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോജൻ. അതായത് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഷുഗർ, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോണിൻ്റെ റെഗുലേഷൻ ബൈ ബ്ലഡ് ഷുഗർ വരുന്നത്. ഇനി പോസിറ്റീവ് ഫീഡ് മെക്കാനിസം വരുന്ന എക്സാമ്പിൾ ആണ് ഓക്സിറ്റോക്സിൻ ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്. അതായത് ചൈൽഡ് ബർത്തിന് സഹായിക്കുന്നത് ഓക്സിറ്റോക്സിൻ ആണ്. സോ ലേബറിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഓക്സിറ്റോക്സിൻ ഡ്രിപ്പായിട്ടൊക്കെ കൊടുക്കാറുണ്ട്, വിച്ച് ഈസ് വെരി ഹെൽപ്ഫുൾ വൈൽ ഡ്യൂറിങ് ദ ചൈൽഡ് ബർത്ത്. Okay, so that's about the hormonal regulation. Now let's see what are the common disorder arises from this endocrine glands. Diabetes mellitus, all are familiar with diabetes mellitus, and insulin imbalance from pancreas. Pancreasil നിന്നുണ്ടാകുന്ന ഇൻസുലിൻ്റെ ഇംബാലൻസ് കാരണം ഉണ്ടാകുന്നതാണ്. ഹൈപ്പർ തൈറോയിഡിസം ഓർ ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡ് ഹോർമോണിൻ്റെ ഇംബാലൻസ് കാരണം ഉണ്ടാകുന്നതാണ്. കുഷിംഗ് സിൻഡ്രോം, എക്സസ് കോർട്ടിസോളിൻ്റെ എക്സസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതാണ് കുഷിംഗ് സിൻഡ്രോം. നൗ അഡിസൺ ഡിസീസ്, ഇൻസഫിഷ്യൻസി ഓഫ് അഡ്രീനൽ ഹോർമോൺസ്. അഡ്രീനൽ ഹോർമോൺസിൻ്റെ ഇൻസഫിഷ്യൻസി കാരണം ഒരാൾക്കുണ്ടാകുന്നതാണ് അഡിസൺ ഡിസീസ്. ഗ്രോത്ത് ഡിസോർഡേഴ്സ് ഫ്രം പിറ്റ്യൂട്ടറി മാൽ ഫങ്ഷൻ. സോ പിറ്റ്യൂട്ടറി മാൽ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഗ്രോത്ത് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ഹോർമോൺസ് ശരിയായ രീതിയിൽ ബോഡിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ. ഓക്കെ, അപ്പം ഈ കണ്ടീഷനൊക്കെ അടുത്ത വരുന്ന സെക്ഷനുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. സോ ദാറ്റ്സ് അബൌട്ട് ദ ഡിസീസ് ഓർ ഡിസോർഡേഴ്സ് ദാറ്റ് ഒക്യൂർസ് ഫ്രം ദി ഹോർമോണൽ ഇംബാലൻസസ്. നൗ ലെറ്റ്സ് സീ ദ റോൾ ഇൻ ഹീമോസ്റ്റാസിസ്. Maintain internal balance, blood sugar level, water electrolyte balance, stress response, reproductive cycles, work with nervous and immune system for integrated body functions. So ഇത്രയും നമ്മുടെ ബാലൻസ്, ബ്ലഡ് ഷുഗർ ലെവല്, അതുപോലെ തന്നെ വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, സ്ട്രെസ് റെസ്പോൺസ്, റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ്, അങ്ങനെ ഒരുപാട് ഹ്യൂജ് ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മുടെ എൻഡോക്രൈനിലൂടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയല്ലോ. സോ ദാറ്റ്സ് അബൌട്ട് റോൾ ഇൻ ഹീമോസ്റ്റാസിസ്. So these are the functions of endocrine system. അപ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ടു ദ എൻഡോക്രൈൻ സിസ്റ്റം ആണ് ഈ സെഷനിൽ നോക്കിയത്. സോ അപ്കമിങ് സെഷൻസിൽ വി വിൽ ഡിസ്കസ്ഡ് അബൌട്ട് ദി കണ്ടീഷൻസ്, ലൈക്ക് എന്തൊക്കെയാണ് ഡിസോർഡേഴ്സ് ആൻഡ് ഡിസീസസ് അറൈസസ് ഫ്രം എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഓർ എൻഡോക്രൈൻ സിസ്റ്റം. ഈ ഗ്ലാൻഡ്സിൻ്റെ ഇൻസഫിഷ്യൻസി, ഹോർമോണൽ റെഗുലേഷനൊക്കെ കാരണം നമുക്ക് എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ വരുന്ന സെഷനുകളിൽ പഠിക്കും. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ ഈസ് ബെനിഫിറ്റ് ഫോർ യു. സോ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഈ നോട്ട്സ് എടുക്കുക, അതുപോലെ തന്നെ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അപ്പോൾ അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് വരിക. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. വിഷിങ് യു ഓൾ ദ വെരി ബെസ്റ്റ്.